പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ലീവ്സ് ഒന്നും നേരെ വിടർന്നു വരാണ്ട് അത് ചുരുണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് കാരണം എന്താണ്? അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, പ്ലാന്റ് സ്ട്രെസ്സിലാണ്. അപ്പോൾ ഈ പ്ലാന്റ്സിന് സ്ട്രെസ് ഉണ്ടാവാൻ പല കാരണങ്ങളുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പ്ലാന്റിൽ സ്ട്രെസ്സ് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്നു, അതെങ്ങനെയൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം, അതെന്തൊക്കെയാണ് അതിൻ്റെ സൊല്യൂഷൻസ്, ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. പ്ലാന്റ്സിലെ സ്ട്രെസ് ഉണ്ടാവുന്നത് മെയിനായിട്ട് രണ്ട് വിധത്തിലാണ്. ഒന്ന് ബയോട്ടിക് സ്ട്രെസ്സും അടുത്തത് എബയോട്ടിക് സ്ട്രെസ്സും. ബയോട്ടിക് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ലിവിങ് ആയിട്ടുള്ള ഓർഗാനിസംസ് കൊണ്ടുണ്ടാവുന്ന സ്ട്രെസ്സ്. അതായത് അത് ഹ്യൂമൻസ് ആവാം, പെസ്റ്റ് ആവാം, വേറെ അനിമൽസ് ആവാം, അല്ലെങ്കിൽ ആ ചെടിയുടെ അടിയിൽ വളരുന്ന വേറെ പ്ലാന്റ്സും ആവാം. നേരെ മറിച്ച് എബയോട്ടിക് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നോൺ ലിവിങ് ഫാക്ടേഴ്സ് കൊണ്ടുണ്ടാവുന്ന സ്ട്രെസ്സാണ്. അത് ലൈറ്റ് ആവാം, ഹ്യൂമിഡിറ്റി ആവാം, ടെമ്പറേച്ചർ ആവാം, വാട്ടർ ആവാം, സലൈനിറ്റി ആവാം, ഇതൊക്കെ ആവാം. അപ്പോൾ ഈ എബയോട്ടിക് റീസൺസ് കൊണ്ടുണ്ടാകുന്ന സ്ട്രെസ്സ് നമ്മൾ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ ചെടി വേഗം അതിൻ്റെ സ്ട്രെസ് എന്താണെന്ന് മനസ്സിലാവാണ്ട് വേഗം നാശമായി വരും. അപ്പോൾ നമുക്ക് സ്ട്രെസ്സുള്ള ചെടികളെ എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യാനും അതിൻ്റെ സൊല്യൂഷൻ എന്താണെന്നും കാണാം. അപ്പോൾ ആദ്യത്തെ സിംപ്റ്റമാണ് ഈ ലീഫ് കൊഴിക്കലും ലീഫിൻ്റെ കളർ മാറ്റവും. ഇതിൻ്റെ ലീഫ് കണ്ടോ, ഇവിടെ കളറെല്ലാം മാറിയിട്ടുണ്ട്. അതുപോലെ ഇത് ലീഫ് കൊഴിക്കുന്നുണ്ട്. ഇങ്ങനെ ലീഫ് കൊഴിഞ്ഞു പോരുന്നതും അതേപോലെ കളറ് മാറും ചെയ്യുന്നത് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം പ്ലാന്റ് സ്ട്രെസ്സിലാണെന്ന്. അടുത്ത സ്ട്രെസ്ഡ് പ്ലാന്റാണ് ഈ ഫിലഡെൻഡ്രോൺ. ഇതിൻ്റെ സ്ട്രെസ്സ് കണ്ടോ, ഈ ലീഫൊന്നും നേരെ വിടർന്നു വരാണ്ട്, ഇതൊക്കെ ഒരുപാട് ദിവസമായി ഇങ്ങനെ തന്നെ നിൽക്കണു. ഇത്ര ഡിലേ ആവാറില്ല ഇത് വിടർന്നു വരാൻ. അപ്പോൾ ഈ പ്ലാന്റ് സ്ട്രെസ്സിലായതുകൊണ്ടാണ് ഇങ്ങനെ ഡിലേ ആവുന്നത്. അടുത്ത സിംപ്റ്റാണ് ലീഫിലിങ്ങനെ ക്രിസ്പി എഡ്ജസോ അല്ലെങ്കിൽ ക്രിസ്പി മാർജിനൊക്കെ ആവുന്നുണ്ട്. ഈ പ്ലാന്റിൻ്റെ നോക്കൂ, ഈ ലീഫെല്ലാം ക്രിസ്പി ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കുക ഇത് പ്ലാന്റ് സ്ട്രെസ്ഡ് ആണെന്ന്. അടുത്ത സിംറ്റമാണ് ലീഫ് ഇങ്ങനെ ബേൺ ആവുന്നത്. ഇതൊരു സെൽഫ് വാട്ടറിങ് പോട്ടിലാണ് നട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കാരണം വെള്ളത്തിൻ്റെ കുറവാകും തന്നെ വിചാരിക്കുന്നു. ഈ സ്പൈഡർ പ്ലാന്റിന് എപ്പോഴും നല്ലത് നല്ല ഡ്രെയിനേജ് ഹോളുള്ള കുറച്ച് വലിയ പോട്ടാണ്. അപ്പോൾ ഒന്നിൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അടിയിൽ കൂടെ വെള്ളം വരണം. ഈ പോട്ട് ഇങ്ങനെ സെൽഫ് വാട്ടറിങ് പോട്ടായത് കാരണം കൊണ്ട് വെള്ളം ഒന്ന് പിശിക്കാണ് ഒഴിക്കാറ്. കാരണം റൂട്ട് റോട്ട് വരണ്ട വിചാരിച്ചിട്ട്. ഇതിൻ്റെ അടിയിൽ വെള്ളം കളക്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റാത്ത കാരണം കൊണ്ട് ചെടി കേടാവണ്ടെന്ന് വിചാരിച്ച് വെള്ളം കുറവായതായിരിക്കണം ഇതിൻ്റെ സ്ട്രെസ്സിന് കാരണം. ഇപ്പോൾ നമ്മൾ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് കണ്ടു. ഈ ലീഫ് കൊഴിയണത്, അതേപോലെ ക്രിസ്പി എഡ്ജ്, ലീഫ് ബേൺ ആവണത്, ഈ മൂന്ന് സിംറ്റം ഉണ്ടാവുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്നുമില്ലെങ്കിൽ സൺലൈറ്റ് കൂടുതലാവാം അല്ലെങ്കിൽ കുറവാവാം, വെള്ളം കൂടുതലാവും അല്ലെങ്കിൽ കുറവാകും. ഇത് ഏതാണ് നിങ്ങളുടെ ചെടിക്ക് അപ്ലിക്കബിൾ എന്ന് നോക്കിയിട്ട് അത് കണ്ടുപിടിച്ചിട്ട് അതിനനുസരിച്ച് വേണം നമ്മൾ ചെയ്യാൻ. ഈ ഇൻഡോർ പ്ലാന്റ്സിനൊന്നും ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കാൻ പാടില്ല. ബ്രൈറ്റ് ആയിട്ടുള്ള ഇൻഡയറക്റ്റ് ലൈറ്റാണ് ഈ ചെടികൾക്ക് വേണ്ടത്. അപ്പോൾ അങ്ങനത്തെ ഒരു ലൈറ്റുള്ള സ്ഥലത്താണ് വെച്ചിട്ടുള്ളതെന്നും അതേപോലെ കറക്റ്റാണ് അതിനെ നനയ്ക്കണത് എന്നുള്ളതും ഉറപ്പ് വരുത്തുക. അങ്ങനെയൊക്കെ ചെയ്തിട്ടും പ്രശ്നമാണെന്നുണ്ടെങ്കിൽ പിന്നെയുള്ള സൊല്യൂഷൻ അതിനെ മാറ്റി നടലാണ്. ആ മണ്ണ് മുഴുവൻ മാറ്റിയിട്ട് പുതിയ പോട്ടിംഗ് മിക്സിലേക്ക് അതിനെ മാറ്റി നടണം. അപ്പോൾ ഈ ചെടി നോക്കൂ, ഇത് അതേപോലെ എന്ത് ചെയ്തിട്ടും രക്ഷയില്ലാണ്ട് അങ്ങനെ കേടായി വരുന്ന ഒരു പ്ലാന്റ് ആയിരുന്നു. ഇതിൻ്റെ ഈ പുതിയ ലീഫ് ചീഞ്ഞ് വന്നിരുന്നു. അപ്പോൾ അതിനെ ഞാൻ പുതിയ മണ്ണിലേക്ക് നട്ടതാണ്. ഇപ്പോൾ കണ്ടോ, പുതിയൊരു ലീഫ് വരുന്നുണ്ട്. ഇതിൻ്റെ ലീഫ് ചുരുളലും ഇതിനുണ്ടായിരുന്നു, അതുകൊണ്ട് വിടർന്ന് വരാണ്ട് ഇപ്പോൾ പുതിയ ലീഫ് ഹെൽത്തി ആയിട്ട് വരുന്നുണ്ട്. ഈ പുതിയ തളിര് ചീഞ്ഞ് പോയാലും പ്ലാന്റ് നശിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും സ്ട്രെസ്സ് കണ്ടിട്ട് അതിനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അടുത്ത സൊല്യൂഷൻ ഉള്ളത് അതിനെ മാറ്റി നടൽ മാത്രമാണ്. അടുത്ത സ്ട്രെസ്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തത് ഈ ലീഫ് ചുരുണ്ടിരിക്കുന്നതാണ്. അത് രണ്ട് കാരണങ്ങൾ കൊണ്ടാവാം. ഒന്നുമില്ലെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാനുള്ള സമയം വൈകിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിന് ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ഉണ്ടാവും. റിപ്പോർട്ട് ചെയ്യാറായാൽ നമുക്ക് മനസ്സിലാവും, കാരണം അതിൻ്റെ വേരൊക്കെ പുറത്തേക്ക് കാണും, ഡ്രെയിനേജ് ഹോൾ കൂടെയും പുറത്തേക്ക് കാണും, അല്ലെങ്കിൽ മണ്ണിന് മുകളിലും കാണും. ഈ ഒരു സ്റ്റേജിൽ നമ്മളതിനെ റിപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് ശരിയാവും. അല്ല, പ്ലാന്റ് ഇങ്ങനെയൊന്നും അല്ല, ചെറിയ പോട്ടിൽ തന്നെ അത് വേറൊന്നും പുറത്ത് കാണാണ്ട് തന്നെ ഇരിക്കുന്നത്, പക്ഷേ ലീഫ് വിടർന്ന് വരുന്നില്ല എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ അതിനെ ഫെർട്ടിലൈസ് ചെയ്യാണ് വേണ്ടത്. കാരണം അതിൻ്റെ ന്യൂട്രിയൻ ഡെഫിഷ്യൻസിയാണ്. അപ്പോൾ ഫെർട്ടിലൈസ് ചെയ്താൽ പ്ലാന്റ് ശരിയാവും. നമ്മളുടെ ഈ പ്ലാന്റിൻ്റെ കേസിൽ ഇതിൻ്റെ പ്രശ്നം ഇത് റിപ്പോർട്ട് ചെയ്യാൻ വൈകിയതാണ്. കാരണം അതിൻ്റെ റൂട്ടൊക്കെ പുറത്തേക്ക് കാണാണ്ട്. അപ്പോൾ ഞാനതിനെ റിപ്പോർട്ട് ചെയ്യാൻ പോവുകയാണ്. കുറച്ചുകൂടെ വലിയ പോട്ടിലേക്ക് വെറും മണ്ണും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് മിക്സ് അതിൻ്റെ ചുറ്റും ഇട്ട് കൊടുത്ത് വലിയ പോട്ടിൽ സെറ്റ് ചെയ്യാണ്. ഇപ്പോൾ റിപ്പോർട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഇങ്ങനെ തന്നെ വെക്കും. കാരണം ഇത് ഈ ലൈറ്റ് കിട്ടുന്ന ഭാഗത്തേക്ക് നോക്കിയിരിക്കുന്നതാണ്.
അപ്പോൾ അതിൻ്റെ പൊസിഷനൊന്നും മാറ്റണില്ല, അത് അങ്ങോട്ട് തന്നെ നോക്കിയിരിക്കട്ടെ. അപ്പോൾ നമ്മൾക്കിങ്ങനെ ഒരു സൈഡിലേക്ക് നോക്കണ്ടെങ്കിൽ അതിനിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് സ്ട്രെയിറ്റ് ആയിട്ട് വന്നോളും. ഇതിപ്പോൾ ഈ ലൈറ്റ് കിട്ടുന്ന ഭാഗത്തേക്ക് നോക്കിയിരിക്കുന്ന പോലെ തന്നെ ഇരിക്കട്ടെ. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നല്ലൊരു പോട്ടിംഗ് മിക്സ് എങ്ങനെ ഉണ്ടാക്കുകയെന്ന്. അപ്പോൾ അടുത്ത ആഴ്ചത്തെ വീഡിയോ നല്ലൊരു പോട്ടിംഗ് മിക്സ് ഉണ്ടാക്കുന്നതിനെ പറ്റിയാണ്. അപ്പോൾ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യൂ. എന്നാൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ കാണിച്ച സ്ട്രെസ് ഐഡൻറ്റിഫിക്കേഷനും അതിൻ്റെ സൊല്യൂഷനൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.